നല്ലൊരു പാട്ടുകാരിയാണ് അല്ലേ? ഒരു പക്ഷേ ഈ ഒരു ഉടുപ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു കേരളം അറിയുന്ന ലോകം അറിയുന്ന ഒരു പ്ലേബാക്ക് സിംഗറായി മാറിയാനെ സിസ്റ്റർ. പിന്നെ എന്തിനെങ്കിലും ഒരു ഉടുപ്പിട്ടു? ഞാൻ ഇന്ന് ഉടുപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ അറിയപ്പെടാൻ കാരണമായത് എൻ്റെ ഈ ഒരു വസ്ത്രത്തിൻ്റെ വിശുദ്ധി കൊണ്ട്, ആ ഒരു മഹിമ കൊണ്ട് മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു പള്ളിപ്പാട്ടുകാരിയായി, ഇടവകയിലൊരു അങ്ങനെ സാധാ പാട്ടുകാരിയായി മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്നു ഉറപ്പായിട്ടും. ഇങ്ങനെ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കോൺഗ്രിഗേഷനും എൻ്റെ ആ ഒരു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു കാരണം. എൻ്റെ വൊക്കേഷൻ തികച്ചും വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും സിസ്റ്റർ ആകരുത് എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത് ചെറുപ്പം മുതലേ ഒരിക്കലും വെച്ചാൽ ഞങ്ങളുടെ ഇടവകയിൽ FCC സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ചേച്ചിമാരൊക്കെ എന്നെക്കാളും വളരെ പക്വതയും പഠിപ്പും എല്ലാവരും അങ്ങനെ വളരെ മെച്ചൂർഡാണ് അവർ. ഞാൻ വീട്ടിൽ ഇപ്പോൾ പറഞ്ഞൊരു മൂന്ന് പെൺമക്കളാണ് ഞങ്ങൾ, ഞാൻ മൂന്നാമത്തെ ആളാണ്. അപ്പം വീട്ടിൽ ഒത്തിരി സ്വാതന്ത്ര്യം ഞാൻ എടുക്കുമായിരുന്നു. അതുപോലെ ചേച്ചിമാരെയൊക്കെ എപ്പോഴും സിസ്റ്റേഴ്സ് ഇങ്ങനെ വിളിക്കും, മടത്തി പോരുന്നോ. ഓൾറെഡി മമ്മി ഞങ്ങളുടെ ഇടവകയിൽ പള്ളിയായിട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ മമ്മി മടത്തി പോകുമെന്ന് സിസ്റ്റേഴ്സ് ഇങ്ങനെ ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ മമ്മി മടത്തി പോയില്ല. അപ്പോൾ അവർക്ക് 3 പെൺമക്കളാണ്. അപ്പോൾ ഇതിലാരെങ്കിലും ഒരാൾ സിസ്റ്റർ ആകുമെന്ന് ഉറപ്പ് പറഞ്ഞു. അപ്പോൾ അതിലും ആരെങ്കിലും, അപ്പോൾ ചേച്ചിമാരെല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേരും അത്യാവശ്യം പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എന്നെ ആരും ചോദിച്ചിട്ടില്ല സിസ്റ്റർ ആകാൻ പോരുന്നെന്ന് ആരും ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാനും അങ്ങനെ ചിന്തിച്ചില്ല. സിസ്റ്റേഴ്സിൻ്റെ തലവട്ടം കണ്ട ഞാൻ അപ്പം അവിടെ നിന്ന് പോകും. കാരണം നമുക്ക് ഈ ഒരു ചോദ്യം വരണ്ട എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് മാറുമായിരുന്നു. അതുപോലെ അപ്പം അങ്ങനെ നിന്ന സമയത്ത് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം ഞങ്ങൾ ഈ ഒരു ദ്വാരക എന്ന് പറഞ്ഞ ഞാൻ വയനാടുകാരിയാണ്. അപ്പോൾ വയനാട്ടിലേക്ക് മാനന്തവാടി പാസ്റ്റർ സെൻറ്ററിൽ ഈ ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ മമ്മി സ്വഭാവം നന്നാവട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുപോയി വിടുമായിരുന്നു. അവിടെ ആദ്യ ശനിയാഴ്ച കൺവെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇച്ചിരി അനുസരണം വരട്ടെ, ഇച്ചിരിയൊക്കെ ദേഷ്യം കുറയട്ടെ എന്നൊക്കെ വെച്ചിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പോയി കുറേ നാളുകളിങ്ങനെ യാത്ര ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ബസ് കയറി പോകണം. അപ്പോൾ അങ്ങനെ മമ്മിയുടെ കൂടെ പോകും, തിരിച്ചു വരും, അങ്ങനെയൊക്കെ പോയി. പക്ഷെ 10th എക്സാം കഴിഞ്ഞ് ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ സിസ്റ്റേഴ്സ് വന്ന് പേര് കൊടുത്തു. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെ വന്ന് നിന്ന് പറയുന്നത് കണ്ടപ്പോൾ ആരും പേര് കൊടുക്കണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, ആരെങ്കിലും ഒന്ന് പേര് കൊടുത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആരും കൊടുക്കണില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളൊന്ന് സെറ്റായിട്ട് നമുക്ക് ചുമ്മാ പേര് കൊടുത്തേക്കാം, അവർക്ക് വിഷമാവണ്ട, സങ്കടമാവാൻ, തിരിച്ച് പോകണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് പേര് കൊടുത്ത് തിരിച്ച് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ മഠത്തിൽ നിന്ന് ലെറ്റർ വരും. അപ്പോൾ ഈ ലെറ്റർ വന്നത് എനിക്ക് മാത്രം, എൻ്റെ കൂട്ടുകാരിൽ ആർക്കും ലെറ്റർ വന്നില്ല. അപ്പോൾ ഞാൻ എല്ലാവരും ചോദിച്ചു വന്നോ, ആർക്കും വന്നിട്ടില്ല, എനിക്ക് മാത്രമേ ലെറ്റർ വന്നുള്ളൂ. അപ്പോൾ ഈശ്വര പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ ചേച്ചിമാരും മമ്മിയും അവരെല്ലാവരും പറഞ്ഞു കുറച്ചും കൂടെ പക്വതയായിട്ട് പോയാൽ മതി, ഇപ്പോഴേ പോകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാനും പറഞ്ഞു. അങ്ങനെ എക്സാം കഴിഞ്ഞ് വീട്ടിലിങ്ങനെ കുറേ വീട്ടിൽ നിന്ന് എങ്ങനെയും കുറച്ച് ദിവസം എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കാം എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ടും ക്യാമ്പ് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ നല്ല ദൂരമുണ്ട്, ഒരു രാത്രി മുഴുവൻ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാനുള്ളൊരു സമയമുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ശരിക്കും ക്യാമ്പിന് വന്നത്. ഒരു എക്സ്കർഷൻ പോലെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പിന് വന്നു. ക്യാമ്പിന് വന്നപ്പം സിസ്റ്റേഴ്സിനെ കണ്ടു. അന്നാണ് ആദ്യമായിട്ട് കൊച്ചുത്രേസ്യയുടെ ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സിനെ പരിചയപ്പെടുന്നത്. കൊച്ചുത്രേസ്യാനെ ഇങ്ങനെ മിഷൻ ലീഗിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് കൊച്ചുത്രേസ്യാന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നാലും അതെൻ്റെ വൊക്കേഷനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ വന്നു. അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെയാണ് മഠത്തിൽ അകത്ത് കയറുന്നത്. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്യാമ്പ് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നു, ആ ആഗ്രഹമൊക്കെ പോയി. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കൊന്തയൊക്കെ കയ്യിലിട്ട് ഭയങ്കര തീഷ്ണതയോടെ, അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കും അവർക്ക് ഇതെന്താ പറ്റിയേ എന്നുള്ള രീതിയിൽ ചോദിക്കും. കാരണം ബസ്സുകാർക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം നമ്മുടെ സ്വഭാവം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ചേഞ്ച് വന്നോ എന്നുള്ള ഇത് ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കാനുള്ള ശ്രമമൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് കുറച്ച് നാൾ കഴിഞ്ഞു, ആ ആഗ്രഹമൊക്കെ പോയി. പിന്നെ അവർ ക്യാമ്പ് കഴിഞ്ഞ് മഠത്തിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എക്സാം 10th റിസൾട്ട് വന്നു എക്സാമിൻ്റെ. ഇതുവരെ ഞാനൊരു എക്സാമിന് അങ്ങനെ തോറ്റിട്ടില്ല.
അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഭയങ്കര, എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എക്സാമൊക്കെ വരുന്ന, റിസൾട്ടൊക്കെ വന്നു കഴിയും. റിസൾട്ട് വന്നു അന്ന് ഒരു വെള്ളിയാഴ്ചയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹിസ്റ്ററി സയൻസ് അതൊരു സബ്ജക്റ്റിൽ ഞാൻ ഫെയിലായിട്ടാണ് റിസൾട്ട് വന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നൊരു സംഭവം, അതായത് പ്രാർത്ഥനയിൽ അത്രയും ഒരു വിശ്വാസം വന്നത് ആ ഒരു സമയത്തായിരുന്നു. ഞാനിട്ട് ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. വീട്ടിൽ റിസൾട്ട് വന്നു, തോറ്റുപോയി. കാരണം ഇതിനൊന്നും ഫേസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു തോൽവിയെ ഫേസ് ചെയ്തിട്ടില്ല. ഭയങ്കര വിഷമായി. അങ്ങനെ കരഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് യൂദാസ്ലീഹയുടെ നൊവേനയുണ്ട് തൊട്ടടുത്തൊരു കുരിശുപള്ളി. അപ്പോൾ മമ്മിയും ചേച്ചിയും അവിടെ പോയി. അപ്പോൾ ഞാൻ പോകുന്നില്ല, എന്നെ തോറ്റതാണ്, ഞാൻ കർത്താവ് എന്നെ തോൽപ്പിച്ചാണ്, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ. പക്ഷേ എന്നാൽ ഞാൻ ഞങ്ങളുടെ എൻ്റെ മുറിയിലൊരു മാതാവിൻ്റെ രൂപം, ഒരു കുരിശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണെന്ന് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് ദൈവവിളി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നല്ലോ, ഇനി എനിക്ക് ദൈവവിളി ഇല്ലായിരുന്നതുകൊണ്ടല്ലേ ഞാൻ തോറ്റുപോയത്, അതുകൊണ്ട് എനിക്ക് നിനക്ക് എന്നെ വേണ്ടായിരിക്കും, അതുകൊണ്ടല്ലേ ഞാൻ തോറ്റുപോയതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എണ്ണിപ്പെറുക്കി കരച്ചിലായിരുന്നു. ഇവർ നൊവേന കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ അങ്ങനെ തന്നെ കരഞ്ഞിരിക്കുന്നു. അപ്പോൾ മമ്മിക്ക് ഒരു ഫോൺ വന്നു വീട്ടിലോട്ട്. റിസൾട്ട് വന്നോന്ന് ചോദിച്ചു ഞങ്ങളുടെ സാറ് വിളിച്ചു. അന്നേരം സാറിനോട് ഞാനിങ്ങനെ പറഞ്ഞു, സാറേ വന്നു റിസൾട്ടിനകത്ത്, ഞാൻ ഒരെണ്ണം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാറ് അങ്ങനെ സാധ്യതയില്ലല്ലോ. സാറൊന്നും കൂടെ നമ്പർ എടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് റിസൾട്ട് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ സാറ് പോയി റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ എല്ലാത്തിനും പാസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര എനിക്ക് ദൈവവിളി ഉണ്ട്. കാരണം ഞാൻ അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും അത് ഉറപ്പിച്ചത്, ദൈവവിളി ഉണ്ട്, അതൊരു കാരണമായി എന്ന്. അതിനുശേഷം ഞാൻ പിന്നെ മടത്തി വന്നു. പിന്നെ ഇങ്ങോട്ട് സന്തോഷമായിരുന്നു കേട്ടോ, ഒരുപാട് സന്തോഷമായിരുന്നു. സന്യാസ ജീവിതം സന്തോഷമായിട്ട് തന്നെ പോയി. ഇപ്പോൾ അതനുസരിച്ച് എൻ്റെ കോൺഗ്രിഗേഷൻ, ഇപ്പം ഞാൻ പാട്ട് പാടാൻ പാട്ട് പഠിച്ചിട്ടില്ല അത്, പക്ഷേ എന്നാലും ദൈവം ഇത്രമാത്രം ഉയർത്തുന്നു എന്ന് കാണുമ്പോൾ അതിൽ ഒരുപാട് തമ്പുരാന് തന്നെ മഹത്വം, അതൊരുപാട് സന്തോഷമായിട്ട് അങ്ങനെ നന്നായിട്ടൊക്കെ പോകും. സിസ്റ്റർ പാട്ട് പാടുന്ന കാര്യം പറയുമ്പോൾ ഒരു 2 വരി പാട്ടൊന്നും മൂളാൻ പറ്റും. സുന്ദരം ഈ ജീവിതം സന്യാസം ഈ ഭൂമിയിൽ, ലോകരെ മാറോടു ചേർത്തിന്നും ദൈവത്തിനായി മാത്രം അഴുകിത്തീരും ഗോതമ്പിൻ മണി പോൽ അവസാന ശ്വാസം വരെ സോദര സ്നേഹം.